ഇത്? സാറോ? ഏത് സാറാടി? സാറ് ഞാൻ കൃഷ്ണയാണ്. നിനക്ക് എന്താ കണ്ണ് കണ്ടൂടെ? നീ എന്താ മിണ്ടാത്ത? നിനക്ക് എന്തു പറ്റി? അല്ല, കവിളത്ത് ക്യൂടെക്സ് പറ്റിയടി. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. അതെ, അല്ലെങ്കിൽ കൃഷ്ണ നിന്റെ കവളിന്റെ അടുത്ത് ബ്രഷ് കൊണ്ട് വന്നില്ലല്ലോ. ഇവളല്ല. ഓ അങ്ങനെ, മനസ്സിലായി മനസ്സിലായി. എന്താ പ്രശ്നം കൃഷ്ണേച്ചി? ഇതൊരു തരം അസുഖമാ. നിന്നെ പോലുള്ള കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞ പിടിയിട്ടില്ല അല്ലേടി? ആ എന്താടി? എന്താ പറഞ്ഞു ചേച്ചി? എന്താ എല്ലാരും കൂടെ ചിരിക്കുന്നേ? വെറുതെ ഞങ്ങൾ ചിരി പ്രാക്ടീസ് ചെയ്യാം. ആണോ? എങ്കി പറ, ചിരി എത്ര നേരം ഉണ്ട്? ഈ പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റിയ ചിരി എങ്ങനെയുള്ളതാ? ആ അത്രേ ഉള്ളോ? അത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ മതി കേട്ടോ. സുദർശനങ്ങൾ ഇന്നലെ ദയ കാണിച്ചോണ്ടാ അച്ഛനിപ്പോ വലിയ ഗമല് നടക്കുന്ന. അല്ലെങ്കിൽ ഇപ്പൊ അകത്ത് കിടക്കുമായിരുന്നു. ഓ, അതിന്റെ കാര്യമൊന്നും പറയണ്ട. അതവർ എന്നെ കൊണ്ട് വിരട്ടി സമ്മതിപ്പിച്ചതല്ലേ. ആ രാജാറാമും രവിവർമ്മനും കൂടി എന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർത്തതാ. ആണോ? ആഹാ, ഞാനിപ്പോ രവി സാറിനെ വിളിക്കട്ടെ. കാണും നമുക്ക് പൂരം. വിളിക്കടാ, വിളിക്ക്. എനിക്ക് അയാളെ പേടിയൊന്നുമില്ല. അയാൾ വന്ന എന്നെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റുവോ? ഇല്ലല്ലോ. അയാള് വെറും പടവാടാ, പടം. അങ്കിൾ, സൂക്ഷിച്ച് സംസാരിക്കണം. ആരെക്കുറിച്ച് ഈ പറയുന്നതെന്ന് അറിയാലോ. ഇത് കേട്ടപ്പോ അവക്ക് കയറി കൊണ്ടല്ലോ. അവൻ നിന്റെ ആരാടി? അവന് വേണ്ടി വക്കാലത്ത് പറയാൻ. മതി. ഇനി രവി സാറിനെ കുറിച്ച് അയാള് ഇയാളെന്നൊക്കെ മോശമായിട്ട് പറഞ്ഞ പ്രായത്തിന് മൂത്താണെന്നൊന്നും ഞാൻ നോക്കില്ല. ആ ചെകിട്ടത്തിന്റെ കൈ അടയാളം പതിയും. രവി സാർ, ഇത് കൃഷ്ണമൂർത്തി, നമ്മുടെ പുതിയ ഫ്രാഞ്ചൈസി എടുത്ത ആളാ. ഹി നീഡ്സ് ടു ടോക്ക് ടു യു. ഹലോ കൃഷ്ണമൂർത്തി, പറഞ്ഞോളൂ. സർ, വിവാഹത്തിന്റെ ഇൻവിറ്റേഷൻ കൈ കിട്ടി. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ഓ, താങ്ക് യു. ആക്ച്വലി നമ്മുടെ വർമ്മൻ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനെയും നേരിട്ട് ചെന്ന് വിളിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ സമയക്കുറവ് കാരണം നടന്നില്ല. അതുകൊണ്ട് ഇൻവിറ്റേഷൻ കാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇവന്റ് മാനേജർ കമ്പനി ഏൽപ്പിച്ചത്. അറിയാം സർ, രാജാറാം പറഞ്ഞു കാര്യങ്ങൾ. സത്യം പറഞ്ഞ നല്ലൊരു ഈവന്റ് മാനേജ്മെന്റിനെ സാറ് കാര്യങ്ങൾ ഏൽപ്പിച്ചത്. ഇനി പരിചയത്തിൽ ആരുടെങ്കിലും വിവാഹം വരുമ്പോ ഇവരുടെ കമ്പനി എന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും. അവർ വളരെ മാന്യമായിട്ടും അടുപ്പം കാണിച്ചുവാ ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. എല്ലാവരിൽ നിന്നും ഫോൺ നമ്പറും കളക്ട് ചെയ്തിട്ടുണ്ട്. വിവാഹത്തിന് തൊട്ടു മുൻപ് വേറെ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉണ്ടാവുമെന്നും പറഞ്ഞിരുന്നു. സ്പെഷ്യൽ ഇൻവിറ്റേഷൻ? അതെ, അതിന്റെ കൂടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടെ ഉണ്ടാവുമെന്നാ പറഞ്ഞിരുന്നത്. വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദ ഗിഫ്റ്റ്. ഓക്കെ, ആ ഗിഫ്റ്റ് ഉടൻ കിട്ടും. അപ്പോ എല്ലാ ഫ്രാഞ്ചൈസിക്കാരെയും ഫാമിലിയോടൊപ്പം വിവാഹത്തിന് വരുത്താനുള്ള ചുമതല ഞങ്ങൾ മിസ്റ്റർ കൃഷ്ണമൂർത്തിയെ ഏൽപ്പിക്കുന്നു. വിത്ത് പ്ലഷർ. എന്നാ ഞാനങ്ങോട്ട് പൊയ്ക്കോട്ടെ. ഓ, രവി, അപ്പോഴാ ജിഡിയുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് മനസ്സിലായോ? ഹീസ് ബ്രൂഡിംഗ് ഓവർ സംതിങ്. ആദ്യം ഇൻവൈറ്റ് ചെയ്യപ്പെട്ട എല്ലാവരുടെ ഫോൺ നമ്പറും കളക്ട് ചെയ്തിരിക്കുന്നു. ദാറ്റ് മീൻസ് അവനെന്തോ കാര്യമായി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. ഇതെങ്ങനെയും നമുക്ക് തടഞ്ഞേ പറ്റൂ. അവന്റെ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി രാജാ. പ്രസ് മീറ്റിൽ എന്നെ കൊണ്ട് എന്താണോ അവൻ പറയാൻ ഉദ്ദേശിച്ചത് അത് വിവാഹ ദിവസം കൃത്യമായിട്ട് എല്ലാവരും അറിയിച്ച് ഈ വിവാഹം മുടക്കുക. അതിനാണ് അവൻ എല്ലാവരുടെയും ഫോൺ നമ്പർ വാങ്ങിച്ചത്. അതെ, അങ്ങനെ ആകാനാണ് ചാൻസ്. ഈ ജിഡിയുടെ കേസ് ടെമ്പററി ആയിട്ടല്ല സോൾവ് ചെയ്യേണ്ടത് രവി. അയാളെ എന്നേക്കുമായി ഇനി അങ്ങ് അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചേ പറ്റൂ. എന്തു പറയുന്നു? ആ പരിപാടി ഇനി ഇവിടെ നടക്കില്ല. ശ്രീലക്ഷ്മിക്ക് കൊടുത്ത പോലെ അവകാശപ്പെട്ട സ്ഥാനം എനിക്കും കിട്ടണം. രേഖ മാഡം, പെട്ടെന്നെന്താ ഇങ്ങനൊരു സംസാരം?
ഇന്നലെ ശ്രീലക്ഷ്മിയെ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആക്കിയപ്പോ താങ്കൾ ഈ രാജ്യത്തൊന്നും ഇല്ലായിരുന്നു മിസ്റ്റർ രാജാറാം. അതും പെട്ടെന്നുള്ള തീരുമാനമായിരുന്നല്ലോ. അല്ല രേഖ മാഡം, അത് രവിവർമ്മൻ സാറടുത്ത ഒരു തീരുമാനമല്ലേ, അല്ലാതെ. അപ്പൊ എന്റെ കാര്യത്തിലും ബ്രദറിലുള്ള ഒരു തീരുമാനം എടുക്കട്ടെ, അതിനാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. അല്ല രേഖ മാഡം, മാഡം പറയുന്നത് ന്യായമായ കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ രവി സാറിന്റെ സ്വഭാവം ഞാൻ പറയാതെ തന്നെ മാഡത്തിന് അറിയാവുന്നതല്ലേ. സാറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കും. ഡോണ്ട് വറി. പക്ഷേ ഇപ്പൊ ഇതൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോ? മിസ്റ്റർ രാജാറാം, ഇത് ഞങ്ങളുടെ കുടുംബ കാര്യമാണ്. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. കുറച്ചു സമയം മാറി നിന്ന് വലിയ ഉപകാരമായിരിക്കും. രേഖ, ആരോട് എന്താ സംസാരിക്കുന്നെന്നുള്ള ബോധം വേണം. രാജാറാം നമുക്ക് അന്യനൊന്നുമല്ല, ഈ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാ. ആഹാ, അതെനിക്കിഷ്ടപ്പെട്ടു. ഈ കുടുംബത്തില് ഞാൻ ഒഴികെ എല്ലാവർക്കും സ്ഥാനമുണ്ട്. കേവലം ബ്രദറിലോയുടെ ഫ്രണ്ടായ രാജാറാമിന് വരെ ഈ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടാനും അഭിപ്രായം പറയാനും അവകാശമുണ്ട്. ഇന്നലെ കയറി വന്ന ശ്രീലക്ഷ്മിക്ക് കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആകാനുള്ള യോഗ്യതയുണ്ട്. എന്നാ ഈ വീട്ടിൽ ഒന്നിനും ഒരു അവകാശവും യോഗ്യതയും സ്ഥാനമാനവും ഇല്ലാത്ത രണ്ട് ജീവികളെ ഉള്ളൂ. ഒന്ന് ഞാൻ, മറ്റൊന്ന് ഈ മനുഷ്യൻ. ചേട്ടായി ഒരു തീരുമാനം എടുത്താ അതിനിവിടെ ആരും ചോദ്യം ചെയ്യാറില്ല. നിന്നോട് പലപ്പോഴും ഞാനത് പറഞ്ഞിട്ടുള്ളതല്ലേ. ഓഹോ, അപ്പൊ ഞാൻ ഈ വീട്ടിൽ എന്നും അടിമപ്പണിയെടുത്ത് ജീവിക്കണമെന്നാണോ രഘു ഉദ്ദേശിക്കുന്നത്? മതി, ഇനി അതും പറഞ്ഞൊരു വഴക്കു വേണ്ട. എല്ലാവർക്കും അർഹതയുള്ളത് അർഹതപ്പെട്ടവർക്ക് അതാത് സമയത്ത് കിട്ടും. ഇപ്പൊ ശ്രീലക്ഷ്മിക്ക് കിട്ടിയെങ്കിൽ അതിനുള്ള അർഹത അവൾ കൊണ്ടെന്ന് കൂട്ടിയാൽ മതി. അതെന്താ മാത്രല്ലോ, എനിക്കതിനുള്ള അർഹത ഇല്ലെന്നല്ലേ ഈ പറഞ്ഞതിനർത്ഥം? ആദ്യം നിന്റെ ഈ തലതെറിച്ച സ്വഭാവവും എടുത്തുചാട്ടവും ഒന്ന് നിർത്ത്. പിന്നീട് ആലോചിക്കാം സ്ഥാനത്തിന്റെയും അവകാശത്തിന്റെയും കാര്യം. അമ്മ എന്ന് സമാധാനപ്പെടും. രണ്ടുപേരും ഇങ്ങനെ തുടങ്ങി എങ്ങനെയാ? രേഖ മാഡം പ്ലീസ്. രേഖ, കുറച്ച് നേരമായിട്ട് ഞാൻ ക്ഷമിക്കാം. ഇനി നീ ചേട്ടായെ പറ്റി ഒരു അക്ഷരം മിണ്ടിയ നിന്നെ ഞാൻ വേണ്ടാന്ന് വയ്ക്കും. എന്താ പറഞ്ഞത്? ഒരിക്കൽ കൂടെ പറയേ, കേൾക്കട്ടെ ഞാൻ. എന്താ എല്ലാരും കൂടെ ഒരു ഡിസ്കഷൻ? എനിത്തിങ് സീരിയസ്? ഏയ് ഒന്നുമില്ലേട്ടായി. വിവാഹത്തിന് എന്തൊക്കെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടും രേഖയ്ക്ക് തൃപ്തി വരുന്നില്ല. അനിയത്തിക്കുട്ടിക്ക് എന്തെങ്കിലും പുതിയ ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ, അതിനെന്താ? എന്തിനാ രഘു ഇങ്ങനെ കള്ളം പറയുന്നേ? നിങ്ങളൊരാണല്ലേ, ആരെയാ പേടിക്കുന്നേ? ഞാൻ പറയാം, രഘു പറഞ്ഞതല്ല ഇവിടുത്തെ പ്രശ്നം. രേഖ മാഡം, രവി സാറ് പറഞ്ഞു കഴിഞ്ഞല്ലോ, വിവാഹത്തിന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം മാഡത്തിന് ഇഷ്ടം പോലെ ചെയ്തോളാൻ. പിന്നെന്താ പ്രശ്നം? സാർ പോയി ഫ്രഷ് ആയിട്ട് വാ. ഒരു വലിയ ഇഷ്യൂ ഉണ്ടാവുമെന്നാ കരുതിയത്. എല്ലാം സൈലന്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടില്ലേ? സർ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. വിവാഹം കഴിഞ്ഞാൽ താൻ ആദ്യം ചെയ്യേണ്ട കാര്യം കമ്പനി ലീഗൽ അഡ്വൈസറുമായിട്ട് സംസാരിച്ച് വർമ്മൻ കമ്പനീസിന്റെ ഫുഡ് പ്രൊഡക്ട്സ് ഡിവിഷൻ ഹെഡായി രേഖയെ അപ്പോയിന്റ്മെന്റ് ചെയ്തുകൊണ്ടുള്ള പേപ്പേഴ്സ് റെഡിയാക്കാൻ പറയണം. എന്താ കുട്ടി? ഓ, ഞാൻ കൺഗ്രാറ്റുലേഷൻ പറഞ്ഞില്ല. മൈ ഹാർട്ട്ലി കൺഗ്രാറ്റുലേഷൻസ്. വിവാഹം കഴിഞ്ഞ അനിയത്തിക്കുട്ടിക്ക് തീരെ സമയം ഉണ്ടാവില്ല. യു ആർ ഓൾവേസ് ബിസി. ഐ ആം സോറി ബ്രദറിൻലോ. ഞാൻ ബ്രദറിൻലോയെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. എന്തിന്? എന്ത് പറ്റി എന്റെ അനിയത്തിക്കുട്ടിക്ക്? അത് ബ്രദറിൻലോ,
ഹേയ് ഒന്നുമില്ല രവി. ഇതൊക്കെ കേട്ടപ്പോ എന്ത് പറയണമെന്നറിയാതെ രേഖ മേഡം ഇമോഷണലായി. എന്താ രേഖ മേഡം ഇത്രയ്ക്ക് ഇമോഷണൽ ആവാൻ ഇവിടെ എന്ത് സംഭവിച്ചു? മാഡത്തിന് അർഹതയുള്ളത് ലഭിച്ചു, അത്രേ ഉള്ളൂ. അതെ, രാജാറാം പറഞ്ഞത് ശരി. ഏയ് അനിതി കുട്ടി, കൂൾ കൂൾ, കമാൺ. ദാറ്റ്സ് ഗുഡ്. ഒരു പുഞ്ചിരി മതി ഏതൊരു വലിയ പ്രശ്നത്തെയും നിസ്സാരമാക്കാം. ഇവരാ ചേച്ചി ഒന്നല്ലോ. ഇതാരെങ്കിലും ഒന്ന് നനച്ചുകൊണ്ടുവന്നേ. സരോജിനി ചേച്ചി, ഇവിടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. എവിടെ കല്യാണ പെണ്ണ്? എവിടെ? ഇപ്പൊ വരും. കല്യാണ പെണ്ണോ? അതെങ്ങനെ? കല്യാണം കഴിഞ്ഞാലല്ലേ കല്യാണ പെണ്ണാവൂ? ആര് പറഞ്ഞു? കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാ പിന്നെ കല്യാണ പെണ്ണ് തന്നെയാ. അങ്ങനെയാണെങ്കിലേ നമ്മൾ കളക്ടറായിട്ട് ജോലി കിട്ടിയാലല്ലേ നമ്മൾ കളക്ടർ എന്ന് വിളിക്കൂ. അല്ലാതെ IAS കോച്ചിങ്ങിന് പോകുന്നവരെയൊന്നും കളക്ടർ എന്ന് വിളിക്കാറില്ലല്ലോ. ഓ, അവളുടെ ഒരു ഉദാഹരണം കണ്ടില്ലേ? ഞാൻ പറഞ്ഞത് ഇങ്ങ് തിരിച്ചെടുത്തു പോരെ. മതിയടി പെൺപിള്ളേരെ അടികൂടിയത്. പപ്പി കല്യാണ പെണ്ണെന്ന് വിളിച്ചതിൽ ഒരു തെറ്റുമില്ല. കല്യാണം കഴിഞ്ഞാ പിന്നെ അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ. സരോജിനി ചേച്ചി പറഞ്ഞതാ ശരി. കല്യാണം കഴിഞ്ഞാ പിന്നെ ഭാര്യയല്ലേ. ആ മാലാക കുട്ടി എത്തിയല്ലോ. ശ്രീയുടെ മൂത്ത് ഇപ്പോഴേ നാണം വന്നല്ലോ. അത് നാണമല്ലേടി, കല്യാണ കലയാ. മഞ്ഞൾ കല്യാണം കൂടി കഴിയുമ്പോ പിന്നെ അത് കൂടും, അല്ലേ ശ്രീ? സരോജിനി ചേച്ചി തുടങ്ങിക്കോ. അല്ല, ശ്രീയുടെ അച്ഛനവിടെ? ഞാനിവിടെയുണ്ട് സരോജം, തുടങ്ങിക്കോ. ഇങ്ങോട്ട് വാ ശ്രീടച്ച, ഇങ്ങനെ മാറി നിൽക്കാതെ. അങ്ങേർക്ക് ഇതിനൊക്കെ കാശുണ്ട്. ഒരു വെള്ളവടി പാർട്ടി നടത്തിയിരുന്നെങ്കിൽ നമുക്കും കൂടായിരുന്നു. എവിടെ? കിഴങ്ങ അണിഞ്ഞൊരുങ്ങി നീ എവിടെ പോവാടാ? ശ്രീയുടെ മഞ്ഞൾ കല്യാണം അല്ലേ, അത് കാണാൻ. എടാ പോങ്ങ, ആ ചടങ്ങിന് പെണ്ണുങ്ങൾ മാത്രം പോയാ മതി. നിന്നെ ആരെങ്കിലും ഇവിടെ ക്ഷണിച്ച? അവ കാഴ്ച കാണാൻ ഇറങ്ങിയിരിക്കുന്നു. എന്നെയും വിളിച്ചതാ, എനിക്ക് പോണം. എങ്കിൽ കയറി ചെല്ല്. ആ പെണ്ണിന്റെ മുഖത്തെ മഞ്ഞളല്ല തേക്കേണ്ടത്, മുളകരച്ച് തേക്കണം. നല്ല കാന്താരി മുളക്. കവിളില് മാത്രമല്ല കണ്ണിലും കൂടെ തേച്ചു കൊടുക്കാൻ പറ. എന്നാലേ അവരുടെ അഹങ്കാരം മാറുള്ളൂ. ഇങ്ങനെ ഉണ്ട് ഒരു നെഗടിപ്പ്. അച്ഛനും വിളിക്കാൻ തന്നെ അസൂയ അച്ഛനും. ഞാൻ കേട്ടു, നീ കല്യാണം കൂടിയിട്ടിങ്ങി വാ. സദ്യ ഞാനിവിടെ ഒരുക്കി വെച്ചേക്കാം. ഗുരുത്വദോഷി. ബ്രദറിനോട് അടുത്തുണ്ട്. സാന്ദ്ര, മോളെന്താ വല്ലാതിരിക്കുന്നേ? അതോ, ഓഫീസിൽ വർക്ക് ലോഡ് കൂടുതലുള്ളതുകൊണ്ട് ഓഫീസിനടുത്ത് ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് താമസം മാറുന്നതിനെ കുറിച്ച് എന്നോട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, പെട്ടെന്ന് അങ്ങനെ പോയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കുന്നു?
രേഖ പറയുന്നത് സത്യമാണോ മോളെ? ഓഫീസിലേക്ക് എന്നും ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ടാണല്ലേ? ആ ബുദ്ധിമുട്ടുകളാ ഇത്രയും നേരം എന്നോട് പറഞ്ഞോണ്ടിരുന്നെ, അല്ലേ സാന്ദ്ര? രാജാറാം എന്ത് പറയുന്നു? സാന്ദ്രയുടെ ഈ തീരുമാനം നല്ലതല്ലേ? സാന്ദ്രയുടെ ഒരു ഡിസിഷൻ എടുത്താൽ അത് ശരിയായ ഡിസിഷൻ ആയിരിക്കും, പ്രത്യേകിച്ച് ഓഫീസ് വർക്കിന്റെ കാര്യത്തിൽ. മിടുക്കി, എല്ലാരെയും കൊണ്ട് സമ്മതിപ്പിച്ചു കളഞ്ഞല്ലോ. അമ്മ എന്താ ഇവിടെ നിൽക്കുന്നത്? നാളെയാണ് കല്യാണം. ശ്രീലക്ഷ്മിയുടെ വീട്ടുകാരെല്ലാം ചെയ്യൂന്ന് പറഞ്ഞാലും നമ്മളോട് പോയി നോക്കണ്ടേ കാര്യങ്ങളൊക്കെ? അത് വേണം മോനെ. രഘു, നീ രാജാറാമിനെയും കൂട്ടി അവിടം വരെ ഒന്ന് പോയിട്ട് വാ. രാജാറാം, നാളെ തിരുമേനി ഇങ്ങോട്ട് വരുമോ അതോ നേരെ മണ്ഡപത്തിലേക്ക് പോവോ? നേരെ ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത്. ആ തിരുമേനി എന്നെ തിരിച്ചറിഞ്ഞ ഗായത്രിയമ്മയും രവിവർമ്മൻ സാറും എല്ലാ സത്യങ്ങളും തിരിച്ചറിയും. ഇനിയിപ്പോ എന്ത് ചെയ്യും? വിവാഹ മുഹൂർത്തം 12-നും 12:30 ഇടയിലാണ്. കൊഞ്ചിക്കൊഴയാൻ പറ്റിയ നേരം. സമയം രാത്രി 12 മണിയായി. ഒന്ന് മയങ്ങി കിട്ടിയതാ, അതും പോയി കിട്ടി. അത് കൊള്ളാലോ. തനിക്ക് എങ്ങനെയാണോ ഉറക്കം വരുന്നത്? സത്യമായിട്ടും എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല. അതാ ഞാൻ തന്നെ വിളിച്ചത്. അതിന് ഞാൻ എന്ത് ചെയ്യാൻ? സാർ ഇപ്പോ എന്നെ അല്ല വിളിച്ചു ചോദിക്കേണ്ടത്, ഏതെങ്കിലും നല്ല ഡോക്ടറെയാ. ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നോ? അപ്പൊ ഡോക്ടർ ഉപദേശിച്ചത് സ്വന്തം കാമുകിയെ വിളിച്ച് അല്പനേരം സംസാരിക്കാൻ, അപ്പൊ നല്ല ഉറക്കം കിട്ടിക്കോളൂന്ന്. എന്നിട്ട് കാമുകിയെ വിളിച്ചോ? വിളിച്ചു എന്ന് മാത്രമല്ല, ഞാനിപ്പോ എന്റെ കാമുകിയുടെ വീടിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. കാമുകിയോ? ഞാൻ എന്റെ കാമുകിയുടെ വീടിന് മുമ്പിലുണ്ട്. സർ, എനിക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ തമാശയായിട്ട് പറയുന്ന പോലും ഇഷ്ടമല്ല കേട്ടോ. ഇത് തമാശയല്ലോ, സത്യമായിട്ടും ഞാൻ എന്റെ കാമുകിയുടെ വീടിനടുത്തുണ്ട്. പിന്നെ ഞങ്ങൾ നിന്റെ ഫ്രണ്ടിനെ കണ്ണൊന്നും വെക്കില്ല ദീപു. നിന്നെയല്ല എനിക്ക് പേടി, എനിക്ക് ഇവളെയാ പേടി. ഇത് കണ്ടോ? കൊള്ളാല്ലേ? ഇത് നോക്കി. ഇതെന്തിനാ ആന്റി? ഹെയർ ഡ്രയർ ഉണ്ടല്ലോ. എന്തൊക്കെ ഹെയർ ഡ്രയർ വന്നാലും മുടിക്ക് നല്ലത് ഇത് തന്നെയാ മക്കളെ. നമ്മുടെ മുൻ തലമുറക്കാര് ഇതൊക്കെ ചെയ്തതിന്റെ പിന്നില് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള കാര്യങ്ങളാ. കുന്തിരിക്കം പുകയ്ക്കുന്നതിന് പിന്നിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? വിവാഹവധു ഒരുങ്ങാൻ തുടങ്ങുന്ന നിമിഷം മുതൽ മഹാലക്ഷ്മിക്ക് തുല്യാണ്. മഹാലക്ഷ്മിയെ ഇങ്ങനെ അണിയിച്ചൊരുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കുന്തിരിക്കം മുടിയിൽ പുകയ്ക്കുന്നതിലൂടെ ദൃഷ്ടിദോഷങ്ങളും മറ്റു പല ദോഷങ്ങളും മാറിക്കിട്ടുമെന്നാണ് പഴമക്കാര് പറയുന്നത്. നമ്മള് മഞ്ഞൾ കല്യാണം നടത്തിയെന്തിനാ? മനസ്സിനും ശരീരത്തിലുള്ള എല്ലാ ദുർമേധസ്സുകളെയും കഴുകിക്കളഞ്ഞ് ശുദ്ധമാക്കാൻ വേണ്ടിയാ. അങ്ങനെ പഴയ എല്ലാ ആചാരങ്ങൾക്കും അതിന്റേതായ അർത്ഥങ്ങളും സത്യങ്ങളും ഉണ്ട്. മനസ്സിലായി ആന്റി. മൊത്തത്തിൽ നെഗറ്റീവ് വൈബ്രേഷൻ മാറി പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് തരും അല്ലേ? അതെ അതെ. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോ നമുക്ക് നല്ല ഉന്മേഷം കിട്ടുന്നത്. ദീപവും ധൂപവും കൊണ്ടല്ലേ പൂജ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ കളിയാക്കി പറഞ്ഞാലത് മനസ്സിലായല്ലോ. വെറുതെ അല്ല ശ്രീലക്ഷ്മി വീണത്. ശ്രീലക്ഷ്മി വീണോ? എപ്പോ? എവിടെ വെച്ച്? ഞാൻ അറിഞ്ഞില്ലല്ലോ. കുഴപ്പം വല്ലതുണ്ടോ? കഷ്ടം. ശ്രീലക്ഷ്മി ബ്രദർ ഇൻ ലോയെ ഇഷ്ടപ്പെട്ടതിനെ കുറിച്ചാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. ഞാൻ വല്ലാതെ പേടിച്ചുപോയി. അമ്മേ നോക്കിയേ, കല്യാണരാമൻ എങ്ങനെ ഉണ്ടെന്ന്. ഒന്നും നോക്കാനുമില്ല, പറയാനുമില്ല. ഒരുങ്ങിയാലും ഇല്ലെങ്കിലും എന്റെ മോനെ 7 അഴകാ.
അവന്റെ സൗന്ദര്യം അവന്റെ മനസ്സാ. അത് നിങ്ങളെക്കാൾ കൂടുതലായി എനിക്കറിയാം. അമ്മേ, മണ്ഡപത്തിൽ എല്ലാ കാര്യത്തിലും കാരണവരുടെ സ്ഥാനത്ത് ഞാൻ നിന്നാ മതിയല്ലോ അല്ലേ? മര്യാദയ്ക്ക് അവിടെ നോക്കി നിന്നാ മാത്രം മതി, ചതിക്കരുത്. മാത്രല്ലോ രഘുവിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചാലേ ഒടുവിൽ ബ്രദർ ഇൻ ലോയുടെ കഴുത്തിലെ ശ്രീലക്ഷ്മിയെ കൊണ്ട് താലി കെട്ടിപ്പിക്കേണ്ടി വരും. ചേട്ടായി, ഇറങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു സെൽഫി എടുത്താലോ? ആ, അത് നല്ല ഐഡിയ. വാ വാ മധുരല്ലോ, എല്ലാരും കൂടെ നോക്കിയേ. സാന്ദ്ര എന്താ മാറി നിന്ന് കളഞ്ഞത്? വാ മോളെ, നീയും ഈ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാ. വരൂ മേഡം. വാ. എല്ലാരും കൂടെ നോക്കൂ. സ്മൈൽ പ്ലീസ്. എന്താ സാന്ദ്ര, ആരെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല മാഡം. സുകന്യ വന്ന് എനിക്കൊരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോ കൊറിയർ ബോയെ കാണുന്നില്ല. ഓ, കൊറിയർ മാഡം റിസീവ് ചെയ്തായിരുന്നോ? അത് കൊള്ളാം. ഞാനെന്തിനാ മറ്റുള്ളവർക്ക് വരുന്ന കൊറിയർ വാങ്ങിക്കുന്നത്? അല്ല, മാഡം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ചോദ്യം ന്യായമാണ്, പക്ഷേ ഞാൻ വാങ്ങിയില്ലെങ്കിലോ? ഇനി അഥവാ അത് ഒപ്പിട്ട് വാങ്ങിയെങ്കിലും തെറ്റൊന്നുമില്ലല്ലോ. മാഡം പ്ലീസ്, ആ കൊറിയർ ഇങ്ങ് തരൂ. അത് മാഡത്തിന്റെ കയ്യിൽ തന്നെയുണ്ട്. ഉണ്ട്, ശരിയാണ്. പക്ഷേ തനിക്ക് ഇവിടുത്തെ അഡ്രസ്സിൽ കൊറിയർ വരേണ്ട കാര്യം എന്താ? അതെനിക്കറിയില്ല, പക്ഷേ അത് എന്റെ പേരിൽ തന്നെ വന്ന കൊറിയർ അല്ലേ? അത് മാഡത്തിന് എന്തിനാ? അതിങ്ങ് തന്നേക്കൂ പ്ലീസ്. ഇവൾ ഇത്രയും വാശി പിടിക്കുന്നെങ്കിൽ ഈ കൊറിയറിനകത്ത് എന്തോ സീക്രട്ട് ഉണ്ട്. അല്ല, ഇത് തനിക്കുള്ള കൊറിയർ ആണെന്നുള്ളതിന് എന്താ ഇത്ര ഉറപ്പ്? മെസ്സേജ് വന്നു. ഓഹോ, എന്നൊന്ന് കാണിച്ചേ. ഞാൻ സുകന്യെ വിളിക്കാം. അവളാ വന്ന് മുകളിൽ എന്നോട് പറഞ്ഞത് എനിക്കൊരു കൊറിയർ ഉണ്ടെന്ന്. സുകന്യ, സുകന്യ, സുകന്യ. ഈ കൊറിയർ തുറന്നു നോക്കിയ ആരാണ് ഈ അഭ്യുദയകാംക്ഷയെന്നും എന്തിനാണ് ഇത് അയച്ചതെന്നും അറിയാം. ആ, തൽക്കാലം ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ. പെൺമക്കളെ വിവാഹം കഴിച്ചു വിടുമ്പോ അച്ഛന്റെ അമ്മയുടെയും ബാധ്യത തീരുന്ന കരുതിയത്. പക്ഷേ ഇപ്പൊ അങ്കിളിന്റെ ആന്റിയുടെയും സങ്കടം കാണുമ്പോ മക്കളെ പിരിയുന്നതിലുള്ള ദുഃഖം അച്ഛനമ്മമാർക്ക് ഒരിക്കലും തീരില്ലെന്ന് മനസ്സിലായി. എന്ന് വിചാരിച്ച് ആരും കല്യാണം കഴിക്കാതിരിക്കുകയാണോ? ജീവിതം ഇങ്ങനെയൊക്കെയാണ് കൃഷ്ണേ. പത്മിനി വിഷമിക്കുമെന്ന് കരുതി നീ കല്യാണമൊന്നും വേണ്ടെന്ന് വെക്കണ്ട. വാ, സമയായി. ആ കൃഷ്ണേ, മോളുടെ ഡ്രസ്സും ആഭരണവും ഒക്കെ മറക്കാതെ എടുക്കണം. എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. എനിക്കാണെങ്കിൽ സന്തോഷം സങ്കടം ഒക്കെ കാരണം എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കില്ല. ആന്റി പേടിക്കണ്ട, ഞങ്ങൾ കൂടെ ഉണ്ടാവും. മോളെ, ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, സന്തോഷായിട്ടിരിക്കണം. കല്യാണ മണ്ഡപത്തില് കരയാനൊന്നും പാടില്ല കേട്ടോ. ഞാൻ പോയി വല്ലതും എടുക്കാൻ മറന്നോ നോക്കട്ടെ.
ടാബ്ലറ്റ് കൊടുത്ത് താങ്കൾ ശ്രീലക്ഷ്മിയെ കൊല്ലണം. ഈ ഗുളികകൾ മാരക വിഷമാണ്. കൊന്നതാരാണെന്ന് ഒരു കുഞ്ഞുപോലും അറിയില്ല. ശ്രീലക്ഷ്മി മരിച്ചാൽ താങ്കൾക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യം എന്താണെന്നറിയാമല്ലോ. താങ്കൾ മോഹിച്ച ആ ഗന്ധർവനെ തന്നെ. പിന്നെ ദയവ് ചെയ്ത് ഈ കത്തെഴുതിയതാരാണെന്ന് ആലോചിച്ച് തലപുണ്ണാക്കരുത്. താങ്കളെപ്പോലെ ശ്രീലക്ഷ്മിയോട് പകയും ദേഷ്യവും വിഷമവും ഒക്കെയുള്ള ഒരാളാണെന്ന് കരുതിയാൽ മതി. പിന്നെ ഞാൻ വിളിക്കും. ശ്രീ വിക്രമ, സുദർശനാങ്കിൾ നിന്നോട് ക്ഷമിച്ചത് വലിയ തെറ്റായിപ്പോയി. ഇവിടെ നിന്ന് അധികം ഷോ കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. അയ്യോ സാറേ, നിങ്ങൾ ഈ പാവം ത്രിവിക്രമനെ തെറ്റിദ്ധരിക്കരുത്. സരോജ അമ്മയ്ക്ക് സുദർശൻ ചേട്ടനും ബന്ധുക്കളാരും ഇല്ലല്ലോ. ദക്ഷിണ വാങ്ങി അനുഗ്രഹിക്കാൻ അമ്മാവനുമില്ല, ബന്ധുക്കളുമില്ല. അതോർത്തപ്പോ എനിക്കൊരു വിഷമം. ആ വിഷമം ഞാൻ ഇവരോട് പറഞ്ഞപ്പം അവരെന്നോട് ദേഷ്യപ്പെടുന്നു. ത്രിവിക്രമന്റെ വിഷമം ഞാൻ മാറ്റിത്തരാം. നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. നിന്നെപ്പോലുള്ളവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് രവി സാറ് ശ്രീലക്ഷ്മിയുടെ അമ്മാവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കാണണ്ടേ തനിക്ക്? അയ്യോ, ഒരുപാട് ദൂരേക്ക് നോക്കി ബുദ്ധിമുട്ടണ്ട. ആള് നിന്റെ മുമ്പിൽ തന്നെയുണ്ട്. ശ്രീലക്ഷ്മിയുടെ അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ ഞാനിവിടെ തന്നെ കാണും. ത്രിവിക്രമനും ഇവിടെ തന്നെ കാണണം. അപ്പോ സരോജാമ്മയുടെ സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ശ്രീലക്ഷ്മിയുടെ അമ്മാവനായി ചടങ്ങുകളൊക്കെ നടത്തുന്നത് ഞാനായിരിക്കും. അയ്യോ, വളരെ സന്തോഷമായി രാജാറാം സാർ. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ബാബാ, എല്ലാരും അകത്തേക്ക് വാ. നന്ദിനി, തനിക്ക് സന്തോഷമായില്ലേ? എനിക്കറിയാം തനിക്ക് സന്തോഷമായി കാണുമെന്ന്. 20 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ കൈപിടിച്ച് ഈ വീട്ടിലേക്ക് വന്ന രവിയെ വീണ്ടും കാണുന്ന പോലെ നിനക്ക് തോന്നുന്നില്ലേ? നിന്റെ കൂടെയുണ്ടായിരുന്ന ഓരോ നിമിഷവും എനിക്ക് വിലപ്പെട്ടതായിരുന്നു. നിന്റെ ഓർമ്മകൾ ഞാൻ ഒരിക്കലും മറക്കില്ല. നിന്റെ സ്നേഹത്തെ ഒരിക്കലും എനിക്ക് മായ്ച്ചു കളയാനും ആകില്ല. ശ്രീലക്ഷ്മിയുമായിട്ടുള്ള എന്റെ പുതിയ ജീവിതത്തിലേക്ക് ഞാൻ കടന്നാലും നിന്റെ ഓർമ്മകൾ എന്നും എന്നോടൊപ്പം ഉണ്ടാവും. അതെന്താണെന്നറിയാവോ? ശ്രീലക്ഷ്മി എനിക്ക് നിന്റെ പ്രണയത്തിന്റെ പ്രതിരൂപമാണ്. എന്റെ നന്ദിനി തന്നെയാണ് ശ്രീലക്ഷ്മി. പ്രണയം എന്താണെന്ന് നിന്നിലൂടെ ഞാൻ അറിഞ്ഞത്. ഇടയ്ക്ക് എന്നെ തനിച്ചാക്കി ഞാൻ പോയി. പക്ഷേ നീ എനിക്ക് സമ്മാനിച്ച പ്രണയം ഇപ്പോഴും എന്റെ കൂടെയുണ്ട്. നിന്റെ ഓർമ്മയിൽ ഒരു പുതിയ ജീവിതം തുടങ്ങിയാണ്. അതിന് കൂട്ടായി എപ്പോഴും നീയും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാവും, ഉണ്ടാവണം. ഹലോ മിസ്റ്റർ രവിചന്ദ്രവർമ്മൻ, നമസ്കാരം. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് ഈവനിങ്. അതെ, നീ അത്ര നിസ്സാരക്കാരനല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞത്. ഇഷ്ടമുള്ളത് നീ സ്വീകരിച്ചാ മതി.
ഞാൻ മരത്തിൽ കാണുമ്പോ നീ മാനത്ത് കാണുന്നവനല്ലേ? കാഞ്ഞ ബുദ്ധിക്കാരൻ. എനിക്കറിയാം, പഴയ പത്രവാർത്ത ഉപയോഗിച്ച് നിന്റെ വിവാഹം പൊളിക്കാനുള്ള എന്റെ പദ്ധതി നീ ചിലപ്പോ പൊളിക്കുമെന്ന്. പണ്ടേ എനിക്ക് നിന്നെ അത്ര വിശ്വാസമില്ലാത്തതാണ്. പക്ഷെ എന്നെ തോൽപ്പിച്ചിട്ട് ആ ശ്രീലക്ഷ്മിയും കെട്ടി സുഖമായി ജീവിക്കാമെന്ന് കരുതിയാൽ നിനക്ക് തെറ്റും. ഞാൻ വരുന്നുണ്ട് നിന്റെ കല്യാണം കൂടാൻ, വേറൊരു മുഖവുമായിട്ട്, കൂടെ തരാൻ ഒരു കൊച്ചു സമ്മാനവുമായിട്ട്. നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം അമ്മേ. നമസ്കാരം. കല്യാണ മണ്ഡപത്തിലേക്ക് വരനെ സ്വീകരിക്കേണ്ടത് പെൺകുട്ടിയുടെ സഹോദരന്. ശ്രീലക്ഷ്മിക്ക് സഹോദരനില്ലാത്തതുകൊണ്ട് ദീപുവാണ് ഇന്ന് സാറിനെ സ്വീകരിക്കുന്നത്. അതിനെന്താ പ്രശ്നം? സഹോദരനില്ലെങ്കിൽ സഹോദരന് തുല്യമായ ഒരാൾ ചെയ്താൽ മതി. ഇതൊരു മംഗളകാര്യമല്ലേ, ഒരു കുഴപ്പമില്ല. താങ്ക് യു ദീപു, താങ്ക് യു സോ മച്ച്. ഇതെന്റെ ഭാഗ്യമാണ് സാർ. താങ്ക്സ് അലോട്ട്. ബ്രദറല്ലോ, ദീപുവിന് വെറും താങ്ക്സ് മാത്രമേ ഉള്ളോ? ദീപു, സഹോദരി ഭർത്താവിനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. നമുക്കൊരു പണി കൊടുക്കണം. അത് കറക്റ്റ്. ഒരു ഗിഫ്റ്റ് ചോദിക്കു ദീപു, ചേട്ടായി തരും. ചോദിക്കൂ ദീപു, എന്താ വേണ്ടത്? അയ്യോ, ഞാനെന്ത് ഗിഫ്റ്റ് ചോദിക്കാനാ സാർ? ഒരു കാര്യം ചെയ്താൽ മതി. സാറും ഇന്നു മുതൽ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയാൽ മതി. എനിക്ക് അതാണ് സന്തോഷം. അതൊക്കെ. എന്നാലും ഒരു സമ്മാനം വാങ്ങണം, അത് മസ്റ്റാ. ദീപു ചോദിക്കേ. രഘു, അത് രവിയുടെ കൈ കൊടുക്ക. ആമാ. അയ്യോ, ഇതൊന്നും വേണ്ട സാർ, എനിക്ക് പേടിയാവും. ദീപു, ഇത് ഈ ചടങ്ങിന്റെ ഭാഗമാ, വേണ്ടെന്ന് പറയരുത്. നമസ്കാരം വേണം. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. താനെന്താ ഈ കോലത്തില്? കലികാലമല്ലേ മേഡം, കോലങ്ങൾ പലത് കിട്ടിയാലേ കാര്യങ്ങൾ നടക്കൂ. അല്ല മേഡം, ലക്ഷണം കണ്ടിട്ട് ആ സുദർശൻ ഇപ്പോഴും കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാന നിമിഷം എന്തോ ഒരു മുട്ടാപ്പോക്കിന് നിൽക്കുക അയാള്. എന്നാലും മേഡം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അഥവാ കല്യാണത്തിന് സുദർശൻ സമ്മതിച്ച പുതിയ തന്ത്രങ്ങൾ പ്രയോഗിക്കണ്ടേ നമുക്ക്? ഇവിടെ നിന്ന് ആലോചിച്ചോണ്ട് നിന്നാലേ കാര്യങ്ങൾ കൈവിട്ടു. താൻ പറയുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ത്രിവിക്രമ. എനിക്കറിയാവുന്നിടത്തോളം രവിവർമ്മൻ സാറ് അതിബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒരു ലക്ഷ്യം പതിഞ്ഞ എത്ര സങ്കീർണമായാലും കുരുക്കഴിച്ച് അദ്ദേഹം അത് സ്വന്തമാക്കും. അതുകൊണ്ട് തന്നെ
ആ സുദർശനൻ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് ഉറപ്പാ. അയ്യോ, അപ്പൊ നമ്മൾ ആഗ്രഹിച്ച കാര്യമൊന്നും നടക്കില്ലേ മാഡം? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ത്രിവിക്രമ. ആരെന്തൊക്കെ തീരുമാനിച്ചാലും ഈ വിവാഹം നടക്കാൻ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. രവിവർമ്മൻ സാറ് ഒരു വെട്ട് വെട്ടിയാ നമ്മൾ അതിന് മറുവെട്ട് വെട്ടണം, അത്ര തന്നെ. മനസ്സിലായി. ഞാൻ വേറൊരു കാര്യത്തിന് വന്നതാ. വേറെ എന്ത് കാര്യം? സർ, ഗിഫ്റ്റ് വേണം, റിട്ടേൺ ഗിഫ്റ്റ് വേണം എന്നൊന്നും പറഞ്ഞേക്കല്ലേ പ്ലീസ്. എന്റെ 1-2 തലതെറിച്ച കൂട്ടുകാരിലുണ്ട് ഇവിടെ. അവര് വേണമെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പുറത്തു നിന്ന് ഒളിഞ്ഞു നോക്കും. പ്ലീസ്, ഞാനിപ്പോ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാനാ വന്നത്. ഐ വാണ്ട് ടു ടോക്ക് ടു യു. അയ്യോ സർ, സോറി. സാർ ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. സാറിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. എന്തു പറ്റി? എന്താ ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം? അത് പിന്നെ ഞാനാണ് രാജനന്ദിനെ കൊന്നതെന്ന് തന്റെ അച്ഛൻ വിശ്വസിക്കുന്നു. എനിക്ക് എന്റെ നിരപരാധിത്വം തന്റെ അച്ഛന് മുമ്പിൽ തെളിയിക്കണമെന്നുണ്ട്. അതാണ് എന്റെ വിഷയം. അയ്യോ സർ, അതിപ്പോ വേണ്ട. ഒന്ന് തുടങ്ങി വെച്ച അച്ഛൻ എന്തെങ്കിലുമൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. സാറിന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ അറിയാലോ. നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവാൻ പോകുന്ന ദിവസം ഇന്ന്. നമ്മുടെ വിവാഹ ദിവസം, ആ ബിഗ് ഡേ. ഇന്ന് തന്നെ രാജനന്ദിനിയുടെ മരണത്തെക്കുറിച്ച് സംസാരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തകരുന്നത് നമ്മുടെ രണ്ടാളുടെ ഏറ്റവും വലിയ സ്വപ്ന. എനിക്ക് താങ്ങാൻ പറ്റില്ലത്. ശരിയായിരിക്കാം, പക്ഷേ എന്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഖദർ മണ്ഡപത്തിൽ സമാധാനത്തോടെ നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീലക്ഷ്മി. ഉടൻ തന്നെ എന്റെ നിരപരാധിത്വവും തെളിയിച്ചില്ലെങ്കിൽ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഇവിടെ ഞാൻ ഒരു കുറ്റവാളിയായിട്ട് നിൽക്കുന്നത് തനിക്ക് കാണേണ്ടി വരും. വാ രവി, വാ. നിന്നെ ഈ ഖദർ മണ്ഡപത്തിൽ വെച്ച് തന്നെ തീർക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ നീ എന്നെ ഇപ്പൊ തിരിച്ചറിഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ തീർക്കും ഞാൻ. 2 കൈയും വിട്ട് കളിക്കാനായി ഇവിടെ ഞാൻ വന്നിരിക്കുന്നത്. നമസ്കാരം രവി മോനെ. ഇവരെന്നെ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും അറിയുന്ന ഒരു 10 പേരെ നീ എന്താ കൂടെ നിർത്താത്തത്? എങ്കിൽ എന്നെ പോലുള്ള ഒരു ഇൻസൾട്ട് ആകുമായിരുന്നു. അയ്യോ സോറി, എനിക്ക് താങ്കളെ മനസ്സിലായില്ല. സാർ എവിടുന്ന? അപ്പോ അത് അവിടെ നിന്നും പോയി. ഞാൻ രാജനന്ദിനിയുടെ അമ്മാവനാണ്. ഓ, അവള് മരിച്ച ശേഷം കുറച്ചുനാൾ വിദേശത്തായിരുന്നു. ഇപ്പതേ മോൻ വീണ്ടും വിവാഹിതനാകാൻ പോകുന്നു എന്നറിഞ്ഞ് നേരിട്ട് കണ്ട് അനുഗ്രഹിക്കാൻ വന്നതാണ്. രാജനന്ദിനിയുടെ വല്യമ്മാവൻ നാഗേന്ദ്രവർമ്മൻ. ഓ മൈ ഗോഡ്, താങ്കളായിരുന്നു ഇത്. രാജനന്ദിനി പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അതാ ഒരു കൺഫ്യൂഷൻ വന്നത്. ഏതായാലും താങ്കൾ ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വരൂ വരൂ, അകത്തേക്ക് വരൂ പ്ലീസ്. യു ആർ ഓൾവേസ് വെൽക്കം. രവിമോൻ പുതിയ ജീവിതം തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് വലിയ സന്തോഷമായതാണ്. അതറിഞ്ഞപ്പോ തന്നെ ഇപ്പൊ ഞാനിവിടെ നാട്ടിലുണ്ട് താൻ. മോന്റെ വിവാഹം കണ്ണിറയെ കണ്ട് നേരിട്ട് അനുഗ്രഹിക്കാൻ ആ ദൈവവിധി എന്ന് മനസ്സിലായി. അതാ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാനിപ്പോ വന്നത്. നിന്റെ അന്ത്യം കാണാൻ. വളരെ വളരെ സന്തോഷം. അങ്കിളിന്റെ ഈ സാന്നിധ്യം ഞങ്ങളുടെ വിവാഹം ധന്യമാക്കും. വരൂ അങ്കിൾ, അതേക്ക് പോവാം. സർ, ഇതാരാ രവി സർ? ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് കേട്ടു. പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു കൺഫ്യൂഷൻ. ഇതാണ് രാജനന്ദിനിയുടെ അങ്കിൾ നാഗേന്ദ്രവർമ്മൻ. ഞാൻ നിന്നോട് പറയാറില്ലേ രാജനന്ദിനി നാഗേന്ദ്രവർമ്മ എന്നൊരു അമ്മാവനെ പറ്റി? അദ്ദേഹമാണ് ഇദ്ദേഹം. ഓ സോറി സർ, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. നമസ്കാരം. നമസ്കാരം മോനെ. രവിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് മനസ്സിലായി. ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്നാണ്. ജീവിതത്തിലും മരണത്തിലും ഒപ്പം നിൽക്കുന്നവനാകണം ഉത്തമ ചങ്ങാതി.
നിന്നെ കണ്ടപ്പോ തന്നെ നീ മരണത്തിനും ഒപ്പമുണ്ടാവുമെന്ന് മനസ്സിലായി. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ നോക്കട്ടെ നിങ്ങളുടെ കല്യാണത്തിന് ആരൊക്കെ വന്നിട്ടുണ്ടെന്ന്. വാ നടക്ക്. നോക്ക്, എല്ലാവർക്കും കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ബോംബ്. എപ്പോ വേണമെങ്കിലും പൊട്ടിക്കാം. ഇവനെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് ദാ ഈ റിമോട്ടിലൊന്ന് വിരലമർത്തിയാൽ മതി. എന്താ ചെയ്യട്ടെ ഞാൻ? ശ്രീലക്ഷ്മി, സ്റ്റോപ്പ്. അടുത്ത് വരുത്. അവിടെ നിന്നാ മതി. ഓ മൈ ഗോഡ്, എന്താ ഒരു മുഹൂർത്തം എന്ന് നോക്ക്. പണ്ടൊക്കെ ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കുന്ന ഒരു ആചാരമുണ്ട്. സതി. അതിനൊരു പ്രത്യേക ഭാഗ്യം വേണം. നിന്റെ ഭാര്യയാകാൻ പോകുന്ന കുട്ടിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകട്ടടാ നീ. കാരണം നല്ലതല്ലേ അത്? രഘു, ആരെങ്കിലും ഒന്ന് അനങ്ങിയാൽ ജസ്റ്റ് ഞാൻ ഈ റിമോട്ടിൽ ഒന്ന് ഞെക്കും. എന്റെ കൂടെ എല്ലാ പേരും അങ്ങ് ക്ലോസാ. രവിചന്ദ്രവർമ്മൻ എന്ന അന്നദാതാവായ രക്ഷകനായ മനുഷ്യനു വേണ്ടിയുള്ള പ്രാണത്യാഗം. എന്താ ഞെക്കട്ടെ ഞാൻ? എന്താ ശ്രീടച്ച ആരോടും മിണ്ടാതെ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്? ഒട്ടും ശരിയല്ല ഇത്. രവി സാറ് നിരപരാധിയാണെന്ന് അച്ഛന് ബോധ്യായില്ലേ? സാറിനെ കൊണ്ട് ഒരാളെ കൊല്ലാനൊന്നും കഴിയില്ല, അതും സ്വന്തം ഭാര്യയെ. പാവം ഒരുപാട് വിഷമിച്ച അവിടെ നിന്ന് ഓരോ വാക്കും പറഞ്ഞത് തന്നെ. അമ്മ പ്ലീസ്, അച്ഛന് കുറച്ചുനേരം ആലോചിക്കാനുള്ള സമയം കൊടുക്ക. രവി സാറ് പഴയ പത്രത്തിന്റെ എഡിറ്ററിനെ കൊണ്ടുവന്നതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയിപ്പിച്ചതും സാറിന്റെ നിരപരാധിത്വം അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ലേ? സത്യം സത്യമായി തെളിഞ്ഞു കഴിഞ്ഞു. ഇനി അച്ഛന് ഇഷ്ടമുള്ള തീരുമാനം അച്ഛൻ എടുക്കട്ടെ. അമ്മ ഇടപെടണ്ട പ്ലീസ്. മോളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്നോട്. മോൾക്ക് രവി സാറിന് അത്രയ്ക്ക് വിശ്വാസമാണോ ഈ പറഞ്ഞതുൾപ്പെടെ? തീർച്ചയായും. ഈ ലോകത്ത് അച്ഛൻ കഴിഞ്ഞ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് രവി സാറിന് തന്നെയാ അച്ഛാ. സാറ് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കള്ളം പറയുന്ന ആളല്ല. സാറിന്റെ പ്രായവ്യത്യാസവും സാറ് നേരത്തെ വിവാഹം കഴിച്ചതൊന്നും മോളെ ഒരു തരത്തിലും വിഷമിപ്പിക്കുന്നില്ലല്ലോ? ഇല്ല അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ സാറിനെ ജീവന തുല്യം ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ സാറിനെയും. അതിനപ്പുറം എനിക്കൊന്നും അറിയണമെന്നില്ല. ഒരിക്കൽ സാറിന്റെ ജീവിതത്തിൽ രാജനന്ദിനി ഉണ്ടായിരുന്നു. സാർ അവരെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ആ സ്ഥാനത്താ സാറിന് എന്നെ കാണുന്നത്. സാറ് രാജനന്ദിനിക്ക് നൽകിയ അതേ കരുതലും സ്ഥാനവും എനിക്കും തരുമെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ശരി, ഞാൻ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് മോളിപ്പോ കരുതുന്നത്? അത് പറയാൻ പാടില്ല അച്ഛാ. കല്യാണ മണ്ഡപത്തിൽ വെച്ച് നേരത്തെ തന്നെ സാർ എന്നോട് സംസാരിച്ചിരുന്നു. അപ്പൊ സാർ എന്നോട് ഒരു വാക്കേ പറഞ്ഞുള്ളൂ, അച്ഛന്റെ മനസ്സിലെ സംശയങ്ങൾ പൂർണ്ണമായും മാറാതെ ഈ വിവാഹം നടക്കാൻ പാടില്ലെന്ന്. സാറിന്റെ തീരുമാനം തന്നെയാ ഇപ്പൊ എനിക്കുള്ളത്. അച്ഛൻ എന്ത് തീരുമാനിക്കുന്നുവോ ആ തീരുമാനം ഞാൻ അംഗീകരിക്കും. അത് അനുകൂലമായാലും പ്രതികൂലമായാലും അങ്ങനെ തന്നെ.
നോ, ദിസ് ഇസ് നോട്ട് റൈറ്റ്. എന്തോ എവിടെയോ ഒരു കുഴപ്പമുള്ളതുപോലെ. എനിക്കിതെന്താ പറ്റിയത്? ഞാൻ എന്തൊക്കെയായി ചെയ്യുന്നത്? കല്യാണം മുടക്കാൻ വേണ്ടി മാത്രം ഒരാളുടെ ജീവൻ എടുക്കാനോ? ദാറ്റ്സ് നത്തിങ് ബട്ട് മിയർ സിൻ. ഈ സാൻഡ്ര അത്രയ്ക്ക് തരം താണവളാകണോ? നോ, സാൻഡ്ര അത്രയ്ക്ക് ചീപ്പാവാൻ പാടില്ല. ഐ ഷുഡ് കീപ് മൈ ഡിഗ്നിറ്റി. എനിക്കൊരു വ്യക്തിത്വമുണ്ട്. അതൊരിക്കലും ഒരു കൊലപാതകയുടേതാകാൻ പാടില്ല. ഒരിക്കലും. രവിചന്ദ്രവർമ്മൻ ഇന്ന് ഈ നിമിഷം വരെ എന്റെ അന്നദാതാവാണ്. He was always very nice to me, a friend, not an arrogant big boss. അങ്ങനെയുള്ള സാറിനെ കൊല്ലാൻ നോക്കി ആ ജിഡിയെ ഞാൻ സഹായിക്കണോ? ഒരിക്കലും പാടില്ല. എന്നെ കൊണ്ടതിന് കഴിയില്ല. I should overcome this dilemma. ഈ ഗുളികകൾ ഇനിയും എന്റെ കയ്യിലിരുന്ന ഈ കൺഫ്യൂഷൻ മാറില്ല. ആദ്യം ഇതിനെ വേണം ഉപേക്ഷിക്കാൻ, ഇപ്പൊ തന്നെ. Oh my God. It's done. Let me start anew. മോളെ, ഞാൻ രവി സാറിന് നല്ല മനസ്സ് തിരിച്ചറിയാതെ വെറുതെ ആ വലിയ മനുഷ്യനെ സംശയിച്ചത്. ഏതായാലും അത് കഴിഞ്ഞു. ഇനി മോള് രവി സാറിന്റെ വീട്ടിൽ പോയാ അവിടെ ആരെയും വേദനിപ്പിക്കാൻ ഇടം കൊടുക്കരുത്. അച്ഛനും അമ്മയും മോളെ നന്നായി വളർത്തിയെന്ന പേര് വേണം എന്ന് നിലനിർത്താൻ. അങ്കിളിനി ആ പഴയ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ദേ ഇപ്പൊ എല്ലാവരും ഹാപ്പിയാ. അതെ അച്ഛ, ഇത്രയും ദിവസം അച്ഛന്റെ മുഖത്ത് ഒളിഞ്ഞും തെളിഞ്ഞുള്ള വിഷമം ഞാൻ കണ്ടിരുന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴാ അച്ഛൻ മനസ്സ് നിറഞ്ഞു ചിരിക്കുന്നത് ഞാൻ കാണുന്നത്. എനിക്കത് മതി അച്ഛ. അച്ഛൻ എപ്പോഴും ഇങ്ങനെ സന്തോഷായിട്ടിരിക്കണം. അതാ എന്റെ ആവശ്യം. അച്ഛനും അമ്മയും എന്നെ നന്നായി വളർത്തി എന്ന പേര് ഒരിക്കലും ഞാൻ ഇല്ലാതാക്കില്ല. വാക്ക്. അത് മതി മോളെ. സന്തോഷമായി എനിക്ക്. ഞങ്ങൾക്കും. അതെ, അങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ശ്രീലക്ഷ്മിയെ ഞങ്ങള് പൊന്നു പോലെ നോയിക്കോളാം. എന്താ അതുപോലെ? അച്ഛന്റെ വിഷമം അതല്ല മാഡം. മോളെ അച്ഛൻ കൊഞ്ചിച്ചല്ലേ വളർത്തിയത്. ഞാൻ എപ്പോഴും വഴക്കു പറയായിരുന്നു, മോളെ ഇങ്ങനെ കൊഞ്ചിച്ച് വളർത്തല്ലേ, അന്യ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കേണ്ടതല്ലേന്ന്. അപ്പോഴൊക്കെ അച്ഛൻ പറയുന്ന എന്താണെന്നോ, മോളെ ഭർത്താവിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ വിടില്ല, നമ്മുടെ വീട്ടിൽ വന്ന് താമസിപ്പിക്കുന്ന ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമെന്ന്. പക്ഷേ ഇപ്പൊ രവിസാറിനെ അങ്ങനെ വിളിച്ച് കോളനി താമസിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. മോളെ പിരിയേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമത്തിലാ കണ്ണു നിറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പുതിയവര് വരുമ്പോ നമ്മൾ പഴയവരെ മറക്കും. പക്ഷേ നീ മാത്രം ജീവിതത്തിൽ കൂടെയുള്ളവർക്കും വിട്ടുപിരിഞ്ഞവർക്കും ഒരുപാട് വില നൽകുന്നുണ്ട്. രാജനന്ദിനി നിന്നെ വിട്ടുപോയിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിലും ഇപ്പോഴും അവൾ നിന്റെ മനസ്സിലുണ്ട്. പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും നീ പഴയ ഓർമ്മകളിലൂടെ പുതിയ ജീവിതം തുടങ്ങാൻ ശ്രമിക്കുന്നു. അതാ നിന്റെ നന്മയും. ആ മധുരമായ ഓർമ്മകളിലാവണം എന്റെ പുതിയ ജീവിതം തുടങ്ങേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു അമ്മ. ആ സമയമായി. ഞാൻ രഘുവിനെ വിളിക്കട്ടെ. നമുക്ക് മണ്ഡപത്തിലേക്ക് പോകാം. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു. ചില നന്മകളും ചില തിന്മകളും അതിലുണ്ടായിരുന്നു. അതിനുള്ള പരിഹാരവും ഇവിടെ നടന്നു കഴിഞ്ഞു. നൗ ഐ തിങ്ക് ഇറ്റ്സ് എ ടൈം ഫോർ സർപ്രൈസ്.
ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ടപ്പെട്ടവർ സരോജമ്മയ്ക്ക് മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും കാണാനും പരിചയപ്പെടാനും ആഗ്രഹിക്കുന്നവർ ഈ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. സരോജമ്മ തന്നെ മുന്നോട്ട് ചെന്ന് അവരെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രഘു, ഹായ്. ശ്രീരജ, വാ വാ വാ. അയ്യോ, സന്തോഷം കൊണ്ട് എന്റെ കൈയും കാലം മറിക്കുന്നല്ലോ. സന്തോഷം കൊണ്ടല്ലേ? സാരമില്ല, ആ വിറയലേ നല്ലതാ. അത് ശരിയാ. സത്യം പറഞ്ഞ നിങ്ങളെയൊക്കെ കാണുമ്പോ ഞങ്ങൾക്ക് വിറയിൽ വരേണ്ടത് അല്ലേ? കാരണം നിങ്ങളെയൊക്കെ എന്റർടൈൻ ചെയ്യിക്കാനുള്ള ഭാരിച്ച ചുമതലയല്ലേ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും രവിവർമ്മൻ സാർ പറഞ്ഞതുപോലെ സരോജാമ്മയെ പോലത്തെ ഹാർഡ് കോർ ഫാൻസ് ആണ് നമ്മളെ പോലുള്ളവരുടെ ഊർജവും ധൈര്യവും. വി ലവ് യു സരോജാമ്മ. ഇത്തരം ഒരു അവസരം ഉണ്ടാക്കി ഞങ്ങളെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സന്തോഷം മോളെ. അയ്യോ, എന്റെ കരിക്കൊത്തിയമ്മേ, ഇതൊക്കെ സ്വപ്നാണോ സത്യാണോന്ന് ഇപ്പഴെന്റെ സംശയം. സംശയിക്കണ്ട, സത്യം തന്നെയാ. വരൂ, നമുക്ക് കല്യാണ പെണ്ണിനെ പരിചയപ്പെടാം. വാ. എന്റെ കാത്തിരിപ്പിനുള്ള ഫലം കാണാനുള്ള സമയമായി. ഈ വിവാഹത്തോടെ എന്റെ കാത്തിരിപ്പിന് അർത്ഥമുണ്ടാകും. ശ്രീ പാർവതി ദേവി, ഈ വിവാഹത്തിന് യാതൊരു തടസ്സവും ഉണ്ടാവരുത്. എന്റെ രവിക്ക് പുതിയൊരു ജീവിതം നൽകി എന്റെ ആത്മാവിന് ശാന്തി നൽകണം. പ്രാർത്ഥനയാണ്. നിന്റെ കല്യാണം ഇപ്പം നടക്കും. പക്ഷേ നിന്റെ ജീവിതത്തിലെ അവസാന ദിവസവും ഇത് തന്നെയാണ്.